ആകാശവാണി ദേവികുളം സ്പൈസ് FM. കിസാൻ വാണി. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ കിസാൻ വാണിയിലേക്ക് സ്വാഗതം. പ്രിയ കിസാൻ വാണി ശ്രോതാക്കളെ, ഇന്നത്തെ കിസാൻ വാണിയിൽ കർഷകർ ഫോണിലൂടെ ഉന്നയിക്കുന്ന സംശയങ്ങൾക്ക് ശാന്തൻപാറ കൃഷി വിജ്ഞാൻ കേന്ദ്രത്തിലെ മണ്ണ് പരിശോധനാ വിഭാഗത്തിലെ സബ്ജക്ട് മാറ്റർ സ്പെഷ്യലിസ്റ്റായ ശ്രീമതി മഞ്ജു ജിൻസി വർഗീസ് മറുപടി നൽകുന്നു. അതെ അതെ, കേക്കാം, പറഞ്ഞോളൂ. ഇത് ഇടുക്കി ജില്ലയിൽ കട്ടപ്പന എന്ന് പറഞ്ഞ സ്ഥലത്ത് മുരളി എന്ന് പറഞ്ഞ കർഷകനാണ് വിളിക്കുന്നത്. ഓക്കെ, പറഞ്ഞോളൂ, എന്തായിരുന്നു സംശയം? നമ്മുടെ സംശയം എന്ന് പറയുന്നത്, ഈ സമയത്ത് നമുക്ക് ഈ വളം ചേർക്കുമ്പോൾ, ജൈവവളം ചേർക്കുമ്പോൾ ഏതൊക്കെ വളമാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്ന് പറയാമോ? ഏലത്തിനും മറ്റു വിളകൾക്കും. ഓക്കെ, ഇപ്പം നമുക്ക് ശരിക്കും ഏലത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ മണ്ണിടുന്ന ഒരു സമയമാണ്. അപ്പോൾ കൃഷിക്കാർ ഏറ്റവും കൂടുതൽ അറിയേണ്ടത്, മണ്ണിടുന്ന സമയത്ത് നമ്മളെപ്പോഴും ജൈവവളം ചെയ്തിട്ട് രാസവളം ചെയ്താൽ മാത്രമേ മണ്ണിൽ നിന്നും രാസവളം ചെടിക്ക് വലിച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ഞങ്ങൾ പറയുന്നത്, ഇപ്പം ഒരു മെയ് ഒക്കെ തുടങ്ങുമ്പോഴത്തേക്കും നമ്മൾ ആദ്യം കുമ്മായ ഇടണം. പുതുമഴ കിട്ടിക്കഴിയുമ്പോൾ കുമ്മായ ഇടണം. അതിനുശേഷം കുമ്മായ ഇട്ടതിന് ശേഷം ഇപ്പോൾ ഒരു ഏലത്തിനാണെങ്കിൽ ഒരു ഏലത്തിന് 1 കിലോ ഒരു വർഷത്തിൽ ഇല്ല ഫസ്റ്റ് കുമ്മായ ഇട്ട് മണ്ണിന്റെ pH കറക്റ്റ് ആക്കണം. pH കറക്റ്റ് ആക്കണം. അതായത് പുളിപ്പ് രസം മാറ്റിയതിന് ശേഷം നമ്മൾ രാസവളം ചെയ്താലേ ആ വളം മൂലങ്ങൾ ചെടിക്ക് വലിച്ചെടുക്കാൻ പറ്റുള്ളൂ. കാരണം മണ്ണിൽ ഇരുമ്പിന്റെ ആധിക്യം, അലുമിനിയത്തിന്റെ ആധിക്യം ഉള്ളതുകൊണ്ട് ചെടിക്ക് മൂലങ്ങൾ വലിച്ചെടുക്കാൻ പറ്റാത്ത രീതിയിലാണ് കിടക്കുന്നത്. അതെ, മണ്ണ് പരിശോധിച്ച് കഴിയുമ്പോൾ മണ്ണിന്റെ സ്വാഭാവികമായിട്ട് pH എത്രയാണ്, 4.5, 5.5, അതനുസരിച്ച് കുമ്മായത്തിന്റെ തോത് നമ്മൾ എത്ര കൊടുക്കണമെന്ന് പറഞ്ഞു തരും, അളവ്. ഇതിന് ശേഷം മണ്ണ് പരിശോധിക്കാനായിട്ട് നമുക്ക് ഇടുക്കി ജില്ലയിൽ നമ്മുടെ സർക്കാരിൻ്റെ സംസ്ഥാന സർക്കാരിൻ്റെ ഓൾറെഡി ഒരു ലാബുണ്ട്, തൊടുപുഴ ഒരു ലാബുണ്ട്. ഇത് കൂടാതെ നമ്മുടെ കൃഷി വിജ്ഞാന കേന്ദ്രം ശാന്തൻപാറ, ICRI മയിലാടുംപാറ, CRS പാമ്പാടുംപാറ, എല്ലായിടത്തും മണ്ണ് പരിശോധന ലാബുണ്ട്. യെസ്, അതെ ചേട്ടാ, മയിലാടുംപാറയിൽ പോവാം. ഇനിയിപ്പം മുമ്പേ ചോദിച്ച ക്വസ്റ്റ്യനിൽ നമ്മൾ ഈ ജൈവവളം ചെയ്യേണ്ടത് രാസവളം ചെയ്യുന്നതിന് മുമ്പേ ജൈവവളം ചെയ്തിരിക്കണം. ജൈവവളം എന്ന് പറയുന്നത് നമുക്ക് ചാണകം മുതലായ സാധനങ്ങളാണോ ജൈവവളം? അല്ല, ജൈവവളം ഇപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലത്, ഇപ്പം മണ്ണിടുന്ന സമയത്ത് ചാണകം നമുക്ക് നല്ല ക്വാളിറ്റി കിട്ടാനില്ല. ചാണകം ഉണ്ടെങ്കിൽ തന്നെ അത് ഫുസീറിയാണ്. അപ്പോൾ ഏറ്റവും നല്ലത് ഇപ്പം ചെയ്യാൻ പറ്റുന്ന മണ്ണിര കമ്പോസ്റ്റ് ഇല്ലേ, 1 കിലോ മണ്ണിര കമ്പോസ്റ്റും 1/2 കിലോ വേപ്പൻ പിണ്ണാക്കും 1/2 കിലോ എല്ലുപൊടിയും കൂടെ മിക്സ് ചെയ്ത് നമ്മുടെ മണ്ണിട്ടിട്ട് അതിൻ്റെ ചുറ്റും ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല, അതായത് വെർമി കമ്പോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മണ്ണിരയുടെ വെർമി കാസ്റ്റ് ആണ്. അതിനകത്ത് ഒരുപാട് ഗുണങ്ങൾ കൂടുതലുണ്ട്. ചാണകം ഉപയോഗിച്ചാണ് ഇത് ചെയ്യുന്നതെങ്കിലും നമ്മുടെ മണ്ണിര, നാടൻ മണ്ണിരയല്ല, ആഫ്രിക്കൻ മണ്ണിര ഉപയോഗിച്ചാണ് ഇത് പ്രൊഡക്ഷൻ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെതായ ഗുണങ്ങളുണ്ട്. നമുക്ക് നാടൻ മണ്ണിര കൃഷി വിജ്ഞാന കേന്ദ്രം ശാന്തൻപാറയിൽ അവൈലബിൾ ആണ്. കോൺടാക്ട് ചെയ്താൽ മതി. ഞാൻ എൻ്റെ ഫോൺ നമ്പർ കൊടുത്തിരിക്കാം. നമ്മളെ കോൺടാക്ട് ചെയ്താൽ നമുക്ക് വെർമി കമ്പോസ്റ്റ് വേണമെങ്കിലും നമുക്ക് തരാം, മണ്ണിര വേണമെങ്കിലും തരാം. KVK വരുവാണെങ്കിൽ മണ്ണിര കമ്പോസ്റ്റ് ഉണ്ടാക്കുന്ന രീതി പഠിപ്പിച്ചും തരാൻ പറ്റും. ഓക്കെ, വേറെ എന്തെങ്കിലും സംശയം ഉണ്ടോ? ഓക്കെ, വെൽക്കം. ഹലോ, നമസ്കാരം, പറഞ്ഞോളൂ. നമസ്കാരം, ആരാ വിളിക്കുന്നത്? ഓക്കെ, പറഞ്ഞോ, എന്തായിരുന്നു സംശയം? ഓക്കെ, പറഞ്ഞോളൂ, എന്താണ് സംശയം, ചോദിച്ചോളൂ. സംശയം, ചെടിക്ക് ഇപ്പൊ നമുക്ക് ഈ തട്ടമറിച്ചിലും അഴുകലും ഇപ്പൊ കുത്തഴുകലൊക്കെ വരുന്നുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ കുമ്മായം ചെയ്തതാണോ ആദ്യം? കുമ്മായം ഞങ്ങള് കഴിഞ്ഞ വർഷം മെയ് മാസം ചെയ്തതാ. ഓക്കെ, വേറെ കുമിൾനാശിനി എന്തെങ്കിലും ചെയ്തോ? വേറെ കുമിൾനാശിനി
ഫംഗസൈഡായിട്ട് ഒന്ന് രണ്ട് മരുന്നുകൾ ചെയ്തായിരുന്നു. ആ ആ ആ അപ്പം തുരിശടിച്ചായിരുന്നു, തുരിശടിച്ചതല്ലേ? ഓക്കെ COC കൊടുത്തായിരുന്നു. ഓക്കെ. COC ചോട്ടിൽ ഒഴിച്ചു കൊടുത്തു, തുരിശ് നമ്മൾ സ്പ്രേ ചെയ്തു. ഓക്കെ പിന്നെ COC മെറ്റലാക്സിൻ കൂടെ കൊടുത്തു. ഓക്കെ. മെറ്റലാക്സിൽ കൊടുത്തതാണല്ലോ, കുമിൾനാശിനി എല്ലാം ചെയ്തതാണ്. അപ്പം നമ്മൾ കറക്റ്റായിട്ട് ഗ്ലൂക്കോസ് എല്ലാം ചെയ്തു, എന്നിട്ടും വരുന്നുണ്ട്. വരുന്നുണ്ട്. അപ്പോൾ എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ കുമിൾനാശിനി ഒന്ന് ചെയ്ത് നമ്മൾ റിപ്പീറ്റ് ചെയ്യരുത് കേട്ടോ. അപ്പോൾ എന്നാ ഒന്നുകൂടെ നമ്മൾ ആവർത്തനമായിട്ട് ഒന്നുകൂടെ ചെയ്യരുത്. റിപ്പീറ്റ് ഒന്നുകൂടെ ചെയ്യുമ്പോൾ കൊടുക്കണം അല്ലേ? കൊടുക്കുന്നത് വേറെ കുമിൾനാശിനി കൊടുക്കണം. കുമ്മായം നമ്മൾ വർഷത്തിൽ 2 തവണ ചെയ്യാൻ നിർബന്ധമായിട്ട് ചെയ്തിരിക്കണം കുമ്മായം. അപ്പോൾ കുമ്മായം എന്ന് പറയുമ്പം നമ്മുടെ കാൽഷ്യം മഗ്നീഷ്യം ചെല്ലണം. കുമ്മായത്തിനകത്ത് കാൽഷ്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ കുമ്മായത്തിനകത്ത് കാൽഷ്യം മാത്രമേ ഉള്ളൂ. മഗ്നീഷ്യവും കാൽഷ്യവും രണ്ടും കൂടെ ചെന്നാലേ ഈ ചെടിക്ക് ഒരു പ്രതിരോധം വരുള്ളൂ. അപ്പോൾ ഒന്നി നമ്മൾ ഡോളോമൈറ്റ് ആയിട്ട് കൊടുക്കുക, അല്ലെ കുമ്മായം കൊടുക്കുകയാണെങ്കിൽ കുമ്മായം കൊടുത്തതിന് ശേഷം സെപ്പറേറ്റ് ആയിട്ട് മഗ്നീഷ്യം വളമായിട്ട് കൊടുക്കുക. ഇതിന് ശേഷം കുമിൾനാശിനി ഇപ്പോൾ തുരിശ് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ COC ഒരു 200 ഗ്രാം പ്ലസ് ഹെക്സകോണസോൾ 100 ml. അതിൻ്റെ കൂടെ അതിൻ്റെ കൂടെ അക്കോമിൻ എന്ന് പറഞ്ഞ് കിട്ടും, പൊട്ടാഷ്യം ഫോസ്ഫോണേറ്റ്. അത് 300 മില്ലി. ഇതെല്ലാം കൂടെ 100 ലിറ്ററിൽ നമ്മൾ നല്ല രീതിയിൽ ചെടി നനയ്ക്കുന്ന രീതിയിൽ, അതായത് ചുവട് നനയുന്ന രീതിയിൽ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കുക. ഇങ്ങനെ ചെയ്താൽ, പക്ഷെ നമ്മൾ ഒറ്റയടിക്ക് ഒരെണ്ണം മാത്രം ചെയ്താൽ ഇത് മാറില്ല. ഞാൻ പറഞ്ഞില്ലേ, ആദ്യം തൊട്ടേ കുമ്മായം അല്ലെ ഡോളോമൈറ്റിൻ്റെ നമ്മൾ പ്രയോഗിക്കുന്ന ഡോളോമൈറ്റ് ആണെങ്കിലും ലൈം ആണെങ്കിലും കുമ്മായം ആണെങ്കിലും കറക്റ്റ് 2 പ്രാവശ്യം വർഷത്തിൽ 2 തവണ ചെയ്താൽ, മെയിലും സെപ്റ്റംബറിലും ചെയ്താലേ നമുക്ക് ഇത് കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമ്മളിങ്ങനെ കുമിൾനാശിനി ഇങ്ങനെ മാറി മാറി കൊടുത്തുകൊണ്ടിരിക്കും, പക്ഷെ മണ്ണിലെ അമ്ലത്വം മാറില്ല. അത് മാറിയില്ലെങ്കിൽ അഴുകൽ രോഗങ്ങൾ, ഈ കുത്തഴുകലൊന്നും മാറത്തില്ല. ഓക്കെ. വേറെ എന്തെങ്കിലും? അത് ഫിസേറിയോ ആയിരിക്കും. ഫിസേറിയോ ആയിരിക്കും. അപ്പോൾ ഫിസേറിയോ ഉണ്ടെങ്കിൽ ഫിസേറിയത്തിന് നമുക്ക് ഈ പറഞ്ഞ പോലെ, ഞാൻ പറഞ്ഞ പോലെ ഫിസേറിയോ ആണെങ്കിലും കാൽഷ്യം മഗ്നീഷ്യം പ്രതിരോധമായിട്ട് കൊടുക്കണം. അതിന് ഏറ്റവും നല്ലത് ഡോളോമൈറ്റ് ആണ്. കടയിൽ ഡോളോമൈറ്റ്, നല്ല ക്വാളിറ്റി ഡോളോമൈറ്റ് കിട്ടുന്ന സ്ഥലത്തുനിന്ന് മേടിച്ച് ഡോളോമൈറ്റ് ചെടിക്ക് കൊടുക്കുക. ഇതിന് ശേഷം ഫിസേറിയത്തിന് പറ്റിയതാണ് ടെസ്സിങ്, ട്യൂബർകോണസോൾ പ്ലസ് സിനബ് അല്ലെങ്കിൽ ക്യാപ്റ്റൻ പ്ലസ് ഹെക്സകോണസോൾ കോമ്പിനേഷൻ. നിങ്ങൾ കടകളിൽ ഇപ്പോൾ പറഞ്ഞല്ലോ കുമിൾനാശിനി മേടിക്കുന്നുണ്ടെന്ന്, അതിലേതെങ്കിലും കോമ്പിനേഷൻ കുമിൾനാശിനി കൊടുക്കുക. പക്ഷെ ഞാൻ പറയുന്നുണ്ട്, അത് എന്താ കോമ്പിനേഷനാ? അതിന്റെ പേര് എന്താണ് ഫുള്ള്? ആണോ? അത് ലിക്വിഡ് ഫോം ആണോ? അത് അല്ല, അത് കുമിൾനാശിനിയാണോന്ന് അത് കുമിൾനാശിനിയാണോന്ന് എനിക്കൊരു സംശയമുണ്ട്. അത് വായിച്ചു നോക്കണേ, ഫംഗിസൈഡ് ആണോന്ന്. ഇതിൽ ഹെക്സകോണസോൾ ട്യൂബർകോണസോൾ അങ്ങനെയുള്ള കോമ്പിനേഷൻ വരുന്നതാണ് കൂടുതലായിട്ട്. നോക്കിയാൽ മതി, അതൊന്ന് വായിച്ചു നോക്കുക, അതിൽ കുമിൾനാശിനിയാണോ എന്ന്. ഫംഗിസൈഡ് എന്ന് എഴുതിയിട്ടുണ്ടാവും ആ കവറിൽ. അപ്പോൾ കടകളിൽ നിന്ന് മേടിക്കുന്ന നമുക്കിപ്പോൾ നേരിട്ട് കാണാതെ എന്താണെന്ന് പറയാൻ പറ്റത്തില്ല, കാരണം അത് ട്രേഡ് നെയിമാണ്. അപ്പം ഞാൻ പറയുന്നത്, കുമിൾനാശിനി കൊടുത്താലും മരുന്ന് കൊടുത്താലും നമ്മൾ എന്തിനും ചെടിക്ക് പ്രതിരോധം കൊടുത്താൽ മാത്രമേ നമുക്കിത് മുമ്പോട്ട് വരാതിരിക്കാൻ വരാതിരിക്കും. അതായത് രോഗമാണെങ്കിലും ഡിസീസ് ആണെങ്കിലും പെസ്റ്റ് ആണെങ്കിലും, അതായത് രോഗമാണെങ്കിലും കീടമാണെങ്കിലും. ഓക്കെ. അപ്പം ഞാൻ പറഞ്ഞ പോലെ കാൽഷ്യം മഗ്നീഷ്യം കൊടുക്കുക. അതിനുശേഷം ഏത് കുമിൾനാശിനി, ഞാനൊരു കോമ്പിനേഷൻ പറഞ്ഞു, അതിൽ ഏത് കുമിൾനാശിനി വേറെ കൊടുക്കുക. ഒരു പ്രാവശ്യം കൊടുത്തത് അടുത്ത് റിപ്പീറ്റ് ചെയ്യുമ്പം വേറെ ആയിട്ട് ചെയ്യുക. ഓക്കെ. ഇതിൻ്റെ കൂടാതെ സ്യൂഡോമോണസ് ട്രൈക്കോഡർമ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാക്ടീരിയയും കുമിളുകളും അവൈലബിൾ ആണ്. അപ്പോൾ ഇത് നമ്മൾ മുൻകരുതലായിട്ട് മണ്ണിലും ചെടിയിലും അഡ്വാൻസ് ആയിട്ട് ചെയ്താൽ ഈ അഴുകൽ രോഗങ്ങൾ വരാതെ. ഇപ്പം നമുക്കറിയാം, മഴ പെയ്ത് കഴിയുമ്പോൾ അഴുകൽ വരും, എല്ലാവർക്കും അറിയാം. അപ്പോൾ എന്നാ ചെയ്യണം? കഴിഞ്ഞ പ്രാവശ്യം 2 പ്രാവശ്യം ഈ ട്രൈക്കോഡർമയും കൊടുത്തു, സ്യൂഡോമോണസും ട്രൈക്കോഡർമയും ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഒന്നി സ്യൂഡോമോണസ് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക. ട്രൈക്കോഡർമ നമ്മൾ ചാണകവും വേപ്പിമെണ്ണാക്കും ട്രൈക്കോഡർമയും കൂടെ മിക്സ് ചെയ്ത് മണ്ണിൽ, അതായത് ചോട്ടിൽ ഇട്ട് കൊടുക്കുക. അത് ചെയ്യേണ്ട സമയം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു മെയ് തുടങ്ങുമ്പോൾ നമ്മൾ കുമ്മായം ചെയ്തതിന് ശേഷം ജൈവവളം ചെയ്യുന്നു. അപ്പോൾ ജൈവവളം ചെയ്യുമ്പോൾ 90 കിലോ ഉണക്കി പൊടിച്ച ചാണകം
ഉണക്കി പിടിച്ച 90 കിലോ 90 കിലോ ഉണക്കി പൊടിച്ച ചാണകത്തിൽ 10 കിലോ വേപ്പൻ പിണ്ണാക്ക്, നല്ല എണ്ണ നീക്കം ചെയ്ത വേപ്പൻ പിണ്ണാക്കുണ്ട്. ആ 10 കിലോ വേപ്പൻ പിണ്ണാക്കിൽ 1 കിലോ ട്രൈക്കോഡർമ. ഇപ്പോൾ പാമ്പാടും പാറയാണെങ്കിൽ നമുക്ക് പൗഡറായിട്ടുള്ള ട്രൈക്കോഡർമ കിട്ടും. ഞാൻ ഇവിടുന്ന് മേടിച്ചായിരുന്നു. അല്ല KVK വരുവാണെങ്കിൽ ലിക്വിഡായിട്ട് കിട്ടും. ഏതായാലും കുഴപ്പമില്ല. ലിക്വിഡ് ഉണ്ടല്ലേ? ലിക്വിഡാണെങ്കിൽ 1 ലിറ്റർ, പൊടിയാണെങ്കിൽ 1 കിലോ. അപ്പം 90 കിലോ ഉണക്കി പൊടിച്ച ചാണകത്തിൽ 10 കിലോ വേപ്പൻ പിണ്ണാക്കും 1 കിലോ അല്ലെ 1 ലിറ്റർ ട്രൈക്കോഡർമ നമ്മൾ മിക്സ് ചെയ്ത് തണലത്ത് കൂന കൂട്ടി നമ്മൾ ചണച്ചാക്ക് വെച്ച് മൂടി വെക്കണം. എന്നിട്ട് ചണച്ചാക്ക് നനച്ച് വെക്കണം. ഇത് നമ്മൾ മിക്സ് ചെയ്യേണ്ടത് പുട്ടിന് നനയ്ക്കുന്ന പരുവെന്ന് പറയും. അതായത് ഒരുപാട് നനം ഉണ്ടാവരുത്. എന്നിട്ട് ഇത് ചണച്ചാക്ക് വെച്ച് മൂടി വെച്ച് കഴിയുമ്പം ആദ്യം ഒരു 10-15 ദിവസം ആകുമ്പോൾ ഈ പൂപ്പൽ ഇതിൽ വളർന്നു വരും. ഈ ട്രൈക്കോഡർമ എന്ന് പറഞ്ഞ ഒരു മിത്രക്കുമിളാണ്. അപ്പോൾ ഈ പൂപ്പൽ ആദ്യം ഒരു വെള്ളപ്പൂപ്പലായിട്ടാണ് വളർന്നു വരുന്നത്. അതിനുശേഷം ഈ വെള്ളപ്പൂപ്പൽ പച്ചപ്പൂപ്പലാവും. ഈ പച്ചപ്പൂപ്പൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ട്രൈക്കോഡർമ വളർന്നെന്ന്. ഈ ട്രൈക്കോഡർമ വേപ്പൻ പിണ്ണാക്കും ചാണകോടെ മിശ്രിതം നമ്മൾ മിക്സ് ചെയ്ത് ഒരു ചെടിക്ക് 5 to 10 കിലോ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളൊരു വർഷത്തിൽ ചെയ്യേണ്ട ജൈവവളമായി, അതിൻ്റെ കൂടെ നമ്മുടെ അഴുകൽ രോഗങ്ങൾ വരാതിരിക്കാനുള്ള പ്രതിരോധമായി. മനസ്സിലായോ? പിന്നെ വേപ്പൻ പിണ്ണാക്ക് ഉള്ളതുകൊണ്ട് വേപ്പൻ പിണ്ണാക്ക് നെമാവരയ്ക്കൊരു പ്രതിരോധവും കൊടുക്കും. ഇതുകൂടാതെ സ്യൂഡോമോണസ് നമ്മൾ മേടിക്കുന്ന, ഇപ്പം പാമ്പാടും പാറയിൽ നിന്ന് പൊടിയാണ് മേടിക്കുന്നതെങ്കിൽ പൊടി 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് നമുക്ക് ചോട്ടിൽ ഒഴിച്ചും കൊടുക്കാം, സ്പ്രേയും ചെയ്യാം. ഇപ്പോൾ KVK ലഭ്യമുള്ള സ്യൂഡോമോണസ് കൾച്ചറാണ്, അത് ലിക്വിഡാണ്. അതാണെങ്കിലും നമുക്ക് ലിക്വിഡ് ഫോം മേടിച്ചിട്ട് സ്പ്രേ ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മളിത് പ്രിവെൻറ്റീവായിട്ട്, അതായത് മുൻകൂട്ടി ചെയ്താൽ നമുക്ക് കുമിൾ രോഗങ്ങൾ വരാതിരിക്കും. നമ്മൾ ചെയ്യുന്ന കുമിൾ രോഗം വന്നു കഴിയുമ്പോൾ നമ്മൾ ഒരു ഫംജിസൈഡ് കൊടുത്തു, അടുത്ത ഫംജിസൈഡ് കൊടുത്തു, അപ്പോൾ നമുക്ക് അതിനൊരു കൺട്രോൾ കിട്ടത്തില്ല. നമ്മൾ മണ്ണിൽ നിന്നും തുടങ്ങണം. അപ്പം മണ്ണിൽ നിന്നാണ് നമ്മുടെ ഈ കുമിളുകൾ ഉണ്ടാവുന്നതും മണ്ണിലാണ്. അപ്പം നമ്മൾ മണ്ണിലെ അമ്ലത്വം മാറ്റിയാൽ മാത്രമേ നമുക്ക് ഈ കുമിളുകളെ നിയന്ത്രിക്കാൻ പറ്റുള്ളൂ. ഓക്കെ. എനിക്ക് വേറൊരു സംശയം ഉണ്ടായിരുന്നു മാഡം. നമ്മൾ വർഷാവർഷം മണ്ണിളക്കി മണ്ണിടുന്നുണ്ടായിരുന്നു. ഇപ്പം മണ്ണിടുന്ന സമയമാണ്. കൂടുതൽ വേരിന് ദോഷം വരാത്ത രീതിയിൽ നമ്മളിപ്പോൾ സാധാരണ ചിലർ കിളച്ച് മറിക്കരുത്. അന്നേരം നമ്മുടെ ഈ വേരിന് ദോഷം വരും. നമ്മൾ ചെറുതായിട്ട് ഒത്തിരി ഡെപ്ത് വരെ, അതായത് ഒത്തിരി ആഴത്തിൽ അങ്ങോട്ട് കിളയ്ക്കാതെ ചെറുതായിട്ട് മണ്ണ് മൂടിയിടുക. അതിന് നമ്മൾ എർത്തിങ് അപ്പ് എന്ന് പറയും. ചെറുതായിട്ട് മണ്ണിട്ടിട്ട് ജൈവവളം എന്തെങ്കിലും ഇപ്പിടുന്നുണ്ടെങ്കിൽ വെർമി കമ്പോസ്റ്റോ വേപ്പൻ പിണ്ണാക്കോ എന്തെങ്കിലും. ഇതിൻ്റെ കൂടെ നമുക്ക് നെമാവരയ്ക്കുള്ള ഫെസിലോമൈസസ് അവൈലബിൾ ആണ്. പാമ്പാടും പാറയൊക്കെ ഉണ്ട്, മേലാടും പാറയുണ്ട്, ശാന്തംപാറ KVKയിലുണ്ട്. ഇതൊക്കെ മുൻകൂട്ടി ബാക്ടീരിയകൾ ഫംഗസുകൾ ഉപയോഗിച്ചാൽ നമുക്ക് രോഗങ്ങളും ഒരുപാട് വ്യത്യാസം വരും. ഓക്കെ താങ്ക് യു. വേറെ എന്തെങ്കിലും സംശയമുണ്ടോ? ഒരു ചുമപ്പ് കാണുന്നുണ്ട്. തട്ടയിൽ വരുന്ന ചുമപ്പ് ഒരു കണ്ണിൻ്റെ പോലത്തെ പാട്, പൊള്ളൽ പോലത്തെ അല്ലേ? പൊള്ളൽ പോലത്തെ ഒരു പാടല്ലേ? എന്നിട്ട് ആ തട്ട ആ വശത്ത് വെച്ച് ഒടിഞ്ഞു പോവാ. അതല്ലാതെ വേറൊരു ചുമപ്പ് കളർ വരുന്നുണ്ട്. അടിയിൽ ചുമപ്പ്, മറ്റേ കടഭാഗത്ത് ചുമപ്പ് വരുന്നത് പിത്യമാണ്. പിത്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ തട്ടമറിച്ചിൽ. അതിന് ഞാൻ മുമ്പേ പറഞ്ഞ കുമിളിന്റെ കോമ്പിനേഷൻ പറഞ്ഞില്ലേ, സിയോസിയും അക്കോമിനും ആ കോമ്പിനേഷൻ പറഞ്ഞില്ലേ, നമ്മുടെ കുമിൾനാശിനി പറഞ്ഞില്ലേ ഞാൻ 3 കോമ്പിനേഷൻ, അത് ചവിട്ടി നന്നായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി, മാറിക്കുള്ളൂ. പക്ഷെ ഞാൻ പറഞ്ഞത് പ്രതിരോധം കൊടുത്തിരിക്കണം കേട്ടോ. ഓക്കെ. നമസ്കാരം. ഹലോ മാഡം. നമസ്കാരം, പറഞ്ഞോളൂ. നമ്മള് ഏലവും കുരുമുളകും ഒന്നിച്ച് കൃഷി ചെയ്താൽ അത് ഏതെങ്കിലും ഒന്നാണ് നന്നായിട്ട് വരുള്ളൂ. അപ്പൊ അത് എന്തോ ക്ഷാരഗുണം അമ്ലഗുണം അങ്ങനെ എന്തോ വിഷയം ഉണ്ടല്ലോ, അത് എന്താണ് അതിൻ്റെ? ക്ഷാരഗുണമല്ല, അമ്ലഗുണമാണ് നമ്മുടെ മണ്ണിൽ കൂടുതലായിട്ടുള്ളത്. ഇടുക്കി ജില്ലയിൽ അമ്ലത്വം, കേരളത്തിൽ മൊത്തം അമ്ല സ്വഭാവമുള്ള മണ്ണാണ്, അമ്ലത്വമാണ് കൂടുതലായിട്ടുള്ള, പുളിരസമുള്ള മണ്ണാണ്. അപ്പം നമ്മുടെ ഇടുക്കി ജില്ലയിൽ പുളിരസം കൂടുതലാണ്, അമ്ലത്വം കൂടുതലാണ്. കാരണം ചരിവുള്ള പ്രദേശമാണ്. ഇപ്പം നമ്മുടെ ഭൂമിയൊക്കെ കിടക്കുന്ന അറിയാലോ, ഒരു വശം ചരിവായിരിക്കും അല്ലേ? അപ്പോൾ ആ ചരിവുള്ള പ്രദേശത്ത് ഒരുപാട് അമ്ലത്വം കൂടുതലായിട്ട് വർദ്ധിക്കുന്നുണ്ട്. കാരണം മൂലകങ്ങൾ പലതും ഒലിച്ചു പോകുന്നു, ഒരുപാട് മഴ പെയ്യുമ്പോൾ മേൽമണ്ണ് ഒലിച്ചു പോകുന്നു. അപ്പോൾ ഈ ഒരു പ്രശ്നം കാരണം നമ്മുടെ മണ്ണിൽ നിന്നും മൂലകങ്ങൾ ചെടിക്ക് കിട്ടാതെ വരുന്നുണ്ട്. ആ ഒരു പ്രശ്നം കാരണമാണ് കുരുമുളകിനായാലും, അല്ലാതെ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് കൃഷി ചെയ്യുന്നതിന് ഒരു പ്രശ്നം വരുന്നില്ല, നമ്മുടെ മണ്ണിൻ്റെ പ്രശ്നമാണ്. ഇപ്പോൾ കൊടിക്കാണെങ്കിൽ കൊടിയിൽ തിരിയെല്ലാം കറുത്ത് പൊഴിഞ്ഞു പോകുന്നു, കുമിൾ രോഗമാണ്. ഏലത്തിലാണെങ്കിൽ തട്ടമറിച്ചിൽ വരുന്നു, അഴുകൽ വരുന്നു, കൊത്തഴുകൽ, ഇതെല്ലാം മണ്ണിലെ അമ്ലത്വം കാരണം വരുന്ന ഒരു പ്രശ്നമാണ്. ഓക്കെ. അല്ലാതെ ഈ വിളകൾ മിക്ക സ്ഥലങ്ങളിലും ഏലവും പല സ്ഥലത്ത് കൊടിയുണ്ട്.
അതും ഇതുമായിട്ട് മണ്ണിൻ്റെ അമ്ലത്വം ഈ എല്ലാ വിളകൾക്കും, കൊടിക്കും, ഏലത്തിനും, പച്ചക്കറിക്കും, കൊക്കോയ്ക്കും, ജാതിക്കും, എല്ലാ വിളകൾക്കും നമ്മുടെ മണ്ണിലെ അമ്ലത്വം ഒരു പ്രശ്നക്കാരനാണ്. അതിനുവേണ്ടിയാണ് നമ്മൾ എല്ലാ കൃഷി ചെയ്യുമ്പോഴും കാലവർഷം തുടങ്ങുമ്പം കുമ്മായം ചേർത്ത് നമ്മൾ കൃഷി ചെയ്യണം. ഇനി നമ്മൾ കൊടിയാണെങ്കിൽ ഒരു കൊടിക്ക് ഒരു വർഷത്തിൽ 1/2 കിലോ കുമ്മായം കൊടുത്തിരിക്കണം. മനസ്സിലായോ? അത് എപ്പോഴാണ് കുമ്മായം കൊടുക്കുന്നത്? മെയിലും സെപ്റ്റംബറിലും. മെയിൽ ഒരു 1/4 കിലോ കൊടുക്കണം, സെപ്റ്റംബറിൽ ഒരു 1/4 കിലോ കൊടുക്കണം. കൊടിക്ക് നമ്മൾ ഒരു വർഷത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം കുമ്മായം കൊടുത്തിട്ട് അടുത്ത ജൈവവളം കൊടുത്തിട്ട് നമുക്ക് അതിന് കൊടുക്കാനുള്ള മൂലകങ്ങൾ കറക്റ്റായിട്ട് തിരിയിടുന്ന സമയം തിരിയിട്ട് കഴിഞ്ഞ്. അപ്പോൾ കൊടിക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്നത് എന്നാ? തിരി പൊഴിച്ചിൽ. കാരണം നമ്മുടെ മണ്ണിൽ അമ്ലത്വം കാരണം കാൽഷ്യം, മഗ്നീഷ്യം, പൊട്ടാഷ്യം, സിങ്ക്, ബോറോൺ എന്ന് പറഞ്ഞ സൂക്ഷ്മ മൂലകങ്ങളും പ്രധാന മൂലകങ്ങളായ പൊട്ടാഷ്യവും സെക്കൻഡറി മൂലകങ്ങളായ കാൽഷ്യം, മഗ്നീഷ്യം കുറവാണ്. അപ്പോൾ കൊടിക്ക് നമുക്ക് ഏറ്റവും നല്ലത് ജൈവവളം ചെയ്യുമ്പം ഞാൻ മുമ്പേ ഒരു കർഷകനോട് പറഞ്ഞ പോലെ ജൈവവളം ചാണകം, വേപ്പിൻ പിണ്ണാക്ക്, ട്രൈക്കോഡർമ ഇത് മിക്സ് ചെയ്ത് ഇട്ട് കൊടുക്കണം. 90 കിലോ ഉണക്കി പൊടിച്ച ചാണകവും 10 കിലോ വേപ്പിൻ പിണ്ണാക്കും 1 കിലോ ട്രൈക്കോഡർമയും ഇത് വളർത്തിയെടുത്തിട്ട് നമ്മൾ ഒരു കൊടിക്ക് ഒരു 3 to 5 അല്ലെ 5 to 10 കിലോ ഇട്ട് കൊടുക്കുക. ഇതിന് ശേഷം കൊടിക്ക് നമുക്ക് മൂലകങ്ങളായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു വളമുണ്ട്. നമുക്ക് കോഴിക്കോട് ഗവേഷണ കേന്ദ്രം IISR, അതായത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് വികസിപ്പിച്ചെടുത്ത പെപ്പർ സ്പെഷ്യൽ, ബ്ലാക്ക് പെപ്പർ സ്പെഷ്യൽ എന്ന് പറയും, കൊടിക്കുള്ള ഒരു വളമാണ്. അത് തിരിയിടുന്ന സമയത്തും തിരിയിട്ട് പൂർത്തിയായി കഴിയുമ്പോഴും 2 പ്രാവശ്യം 5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് നമ്മൾ മൊത്തം കൊടിക്ക് ഇലയിൽ തളിച്ചു കൊടുക്കുക. ഓക്കെ, അപ്പോൾ കൊടിക്ക് വരുന്ന എല്ലാ പ്രശ്നങ്ങളും മാറിക്കോളും. ഇതുകൂടാതെ നമുക്ക് മരുന്നുകൾ അറിയാമല്ലോ, ഇടയ്ക്കിടയ്ക്ക് കൊടുക്കേണ്ട ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ അതിന് കുമിൾനാശിനി മരുന്നുകൾ കൊടുക്കുന്നുണ്ട്. ഇത് കൂടാതെ ഈ പ്രതിരോധം കൊടുക്കുന്ന കാര്യമാണ് ഈ വളവും കുമ്മായവും ഞാൻ പറഞ്ഞത്. വേറെ എന്തെങ്കിലും സംശയമുണ്ടോ? അപ്പൊ നമ്മള് ഈ അമ്ലത്വം നമ്മളെങ്ങനെ മനസ്സിലാക്കുന്നത്? മണ്ണിപ്പോൾ ടെസ്റ്റ് ചെയ്താലും നമുക്ക് കറക്റ്റായിട്ട് അമ്ലത്വത്തിൻ്റെ തോത്, അതായത് pHൻ്റെ ഇപ്പം 5.5 ആണോ 4.5 ആണോ എന്ന് മനസ്സിലാക്കാൻ പറ്റും കറക്റ്റായിട്ട്. അല്ലെങ്കിൽ തന്നെ നമുക്കറിയാം, ഞാൻ പറഞ്ഞല്ലോ ഇടുക്കി ജില്ലയിലെ മണ്ണ് അമ്ലത്വമുള്ള മണ്ണാണ്. അപ്പം നിങ്ങൾ ദീർഘകാല വിളകളാണ് ഏലം, കുരുമുളക്. അപ്പോൾ എല്ലാ വർഷവും മണ്ണ് പരിശോധിക്കാൻ നടക്കണ്ട. 3 വർഷത്തിൽ ഒരിക്കലെങ്കിലും മണ്ണ് പരിശോധിക്കാൻ നമ്മൾ നിർബന്ധമായിട്ട് ചെയ്തിരിക്കണം. 3 വർഷത്തിൽ ഒരിക്കൽ മണ്ണ് പരിശോധിച്ച് നമ്മുടെ കയ്യിൽ ആ ഹെൽത്ത് കാർഡ്, സോയിൽ ഹെൽത്ത് കാർഡ് ഉണ്ടെങ്കിൽ നമുക്കറിയാം നമ്മുടെ മണ്ണിൻ്റെ ഘടന ഇതാണ്, അപ്പോൾ pH ഇതാണ്. അപ്പോൾ എല്ലാ വർഷവും കറക്റ്റായിട്ട് കുമ്മായം കൊടുക്കേണ്ട അളവും അതിൽ പറഞ്ഞിരിക്കും. ഇനിയും അല്ല നമ്മൾ ചേച്ചി ഇപ്പോൾ മണ്ണ് പരിശോധിക്കാൻ പറ്റിയില്ല, കൊടുക്കാൻ പറ്റിയില്ല എങ്കിലും ഒരു വർഷത്തിൽ കൊടിക്കാണേലും ഏലത്തിനാണേലും 1/2 കിലോ കുമ്മായം ഒരു വർഷത്തിൽ 2 തവണകളായിട്ട്, ഒറ്റ പ്രാവശ്യത്തിൽ ഇട്ട് കൊടുക്കരുത്, 2 തവണകളായിട്ട് നിർബന്ധമായിട്ട് കൊടുത്തിരിക്കണം. ഇട്ട് കൊടുക്കണം, ചോട്ടിൽ ഇട്ട് കൊടുക്കണം. നീറ്റൊക്കെ മേടിച്ച് നീറ്റി ഇട്ട് കൊടുക്കണം. ഇനി അല്ല ഡോളോമൈറ്റാണ് കിട്ടുന്നെങ്കിൽ ഡോളോമൈറ്റാണ് ഏറ്റവും നല്ലത്, കാൽഷ്യം, മാഗ്നീഷ്യം. പക്ഷെ നമുക്ക് നല്ല ക്വാളിറ്റി കിട്ടാനില്ല. നല്ല ക്വാളിറ്റി എവിടെയെങ്കിലും കിട്ടുവാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഓക്കെ, വേറെ എന്തെങ്കിലും സംശയമുണ്ടോ? പിന്നെ നമുക്ക് ഈ കപ്പയ്ക്ക് നന്നായിട്ട് ഉണ്ടായി വരാൻ എന്താണ് കപ്പ കൃഷിക്കും ഈ പ്രശ്നം ഉണ്ട്. കപ്പയ്ക്ക് ഏറ്റവും കൂടുതൽ വരുന്നത് കപ്പ ഉണ്ടായി കഴിയുമ്പം നമ്മുടെ ആ കിഴങ്ങ് ചീഞ്ഞ് നിൽക്കുന്ന, യെസ്, അപ്പം ചീഞ്ഞ് നിൽക്കുന്ന ഒരു പ്രശ്നമുണ്ട്. അതും നമ്മുടെ ഈ മണ്ണിലെ അമ്ലത്വം തന്നെയാണ്. അപ്പോൾ ഡോളോമൈറ്റ് ആണെങ്കിലും കാൽഷ്യം ആണെങ്കിലും കപ്പയ്ക്ക് ഇട്ട് കൊടുക്കാം. കൂടാതെ കപ്പയ്ക്കാണെങ്കിലും ഇപ്പം വളമുണ്ട്, കാൽഷ്യം, മഗ്നീഷ്യം ചേർത്ത് നമ്മൾ വളം ഇട്ട് കൊടുക്കണം. നമ്മളിപ്പോൾ ഒരുപാട് യൂറിയ, നൈട്രോജൻ അടങ്ങിയിട്ടുള്ള വളങ്ങൾ ഒരുപാട് കൊടുക്കാതിരിക്കുക. മനസ്സിലായോ? അല്ലാതെ കാൽഷ്യം, മഗ്നീഷ്യം, പൊട്ടാഷ്യം എല്ലാ കർഷകരും ചെയ്യുന്നതാണ്, ഇത് കൊടുക്കുക. കൂടാതെ കുമിൾനാശിനി COC ഒക്കെ ഇല്ലേ, അത് നമ്മൾ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കുക. ഈ ചീയലൊക്കെ കാണുന്നുണ്ടെങ്കിൽ ചീയൽ വരാതിരിക്കാൻ COC, ട്രൈക്കോഡർമയൊക്കെ നമ്മളിത് ചോട്ടിൽ ചെയ്യുവാണെങ്കിൽ പ്രശ്നം മാറിക്കോളും കേട്ടോ. എവിടുന്നാ വിളിക്കുന്നത് ചേച്ചി? എവിടുന്നാ വിളിക്കുന്നത്? അടിമാലി. അടിമാലിയിൽ കപ്പയ്ക്ക് ഞങ്ങൾ ഇന്നലെ അടിമാലിയിലുണ്ടായിരുന്നു. അപ്പോൾ കപ്പയ്ക്കെല്ലാം ഈ ഒരു പ്രശ്നം ഉള്ളതാണ്. അപ്പോൾ അതിനൊരു വളമുണ്ട്. ആ വളം എന്ന് പറഞ്ഞാൽ അതിനകത്ത് മഗ്നീഷ്യം, പൊട്ടാഷ്യം, സിങ്ക്, ബോറോൺ എല്ലാം കൂടെ ചേർത്തൊരു കൂട്ടുവളമാണ്. ആ കൂട്ടുവളം നമുക്ക് കൃഷി വിജ്ഞാന കേന്ദ്രം KVKയിൽ ഞാൻ ലാസ്റ്റിൽ എൻ്റെ നമ്പർ തരാം. എൻ്റെ നമ്പർ അല്ല ചേച്ചി എഴുതിയെടുത്തോ എൻ്റെ നമ്പർ, അപ്പോൾ വിളിച്ചാൽ മതി. ആ വളം നമ്മുടെ KVKയിലുണ്ട്, അത് നമ്മൾ കപ്പയ്ക്കായിട്ട് കൊടുക്കുന്നുണ്ട്. അല്ലാതെ
ഈ വളക്കടകളൊന്നും കിട്ടൂലേ? വളക്കടയിൽ കിട്ടുവാണെങ്കിൽ ചേച്ചി ഇത് മൊത്തം കൂടെ മിക്സ് ചെയ്തുള്ള കിട്ടത്തില്ല. ഇത് കപ്പയ്ക്കുള്ള ഒരു കൂട്ടുവളമാണ്. ആ ആ എൻ്റെ നമ്പർ എഴുതിയെടുത്തു, എന്നെ വിളിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം. 799799 401 ആ 9668. ഉം, ഉം, ഉം. എന്നെ വിളിച്ചാൽ മതി കേട്ടോ. ആ ആ ആ. ഓക്കെ, താങ്ക് യു. ഹലോ, നമസ്കാരം, പറഞ്ഞോളൂ. സൗണ്ടില്ലേ? കേൾക്കത്തില്ലല്ലോ. കേൾക്കാം, എനിക്ക് കേൾക്കാം. ഹലോ. നമ്മളിപ്പോ ഈ നിലവിലെ ആ ഈ ഏലത്തിന്റെ മണ്ണ് പരിശോധന ബാക്കി തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാനായിട്ട് വിളിച്ചതേ. ഓക്കെ. അപ്പൊ അതില് കാർബൺ എന്ന് പറഞ്ഞൊരു പുതിയൊരു ഐറ്റം, അതായത് വണ്ടർ കാർഡം എന്ന് പറഞ്ഞൊരു കമ്പനി ഇറങ്ങിയിട്ടുണ്ട്. വണ്ടർ കാർഡമം. ആ കേട്ടിട്ടുണ്ടോ? അത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്, പറഞ്ഞോളൂ. ആ ആ അപ്പൊ അവര് പറയണത് ഇത് വേനൽക്കാലം വന്നു കഴിഞ്ഞാലും മഴ വന്നു കഴിഞ്ഞാൽ ചെടിക്ക് ചീച്ച ഉണ്ടാവില്ല. പിന്നെ അതുപോലെ തന്നെ വെയിൽ വന്നു കഴിഞ്ഞാലും ചെടിയെ ബാധിക്കില്ല എന്നൊക്കെയാണ് അവർ പറയണത്. അവർ പറയുന്നത് ഈ വണ്ടർ കാർഡമം എന്താണെന്ന് നോക്കിയിട്ടുണ്ടോ? അതെന്താണ്? നോക്കിയിട്ടില്ല. ആ, ഈ വണ്ടർ കാർഡമം എന്ന് പറയുന്നത് വളമാണോ മരുന്നാണോ? ആ പാക്കറ്റ് ഒന്ന് എടുത്ത് നോക്കണം. അവര് കാർബൺ ഉണ്ടെന്നാ പറഞ്ഞത്. അതിനകത്ത് കാർബൺ ഉണ്ട്, പിന്നെ മൈക്രോ ന്യൂട്രിയന്റ് അടങ്ങിയ സാധനമാണ്. ആ, അപ്പോൾ മൈക്രോ ന്യൂട്രിയൻസ് അടങ്ങിയ സാധനമാണെങ്കിൽ ഇപ്പം മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞാൽ ഏലത്തിന് ഏക മൈക്രോ ന്യൂട്രിയൻ എന്ന് പറയാൻ പറ്റില്ല, ഒരു മൂലക്കൂട്ടുണ്ട് ഏലത്തിന്. അതായത് നമ്മുടെ കോഴിക്കോട് ഗവേഷണ കേന്ദ്രം IISR കോഴിക്കോട് ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചെടുത്ത കാർഡമം സ്പെഷ്യൽ. ഒരു പക്ഷേ ആ ഒരു ന്യൂട്രിയൻ്റ് തന്നെ പല പേരിൽ പല കമ്പനിക്കാർ ഉണ്ടെന്ന് തോന്നുന്നു മാർക്കറ്റിൽ. സൂക്ഷ്മമൂലകം മാത്രമല്ല, പൊട്ടാഷ്യം, മഗ്നീഷ്യം, സിങ്ക്, ബോറോൺ. അത് നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ മണ്ണിൽ 5 മൂലകങ്ങൾ കുറവാന്ന് പറഞ്ഞാൽ കാൽഷ്യം, മഗ്നീഷ്യം, പൊട്ടാഷ്യം, സിങ്ക്, ബോറോൺ. അപ്പോൾ ഈ 4 മൂലകങ്ങൾ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഏലത്തിൽ ഉണ്ടാകുന്ന പല പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ മൂലകങ്ങളുടെ പ്രശ്നങ്ങൾ, അഭാവം കാരണം ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ മാറുന്നു. ഒരു പക്ഷേ അങ്ങനത്തെ ഒരു മൂലകക്കൂട്ടായിരിക്കും, പക്ഷെ അതൊരിക്കലും വേനലിനെ പ്രതിരോധിക്കാൻ ഇല്ല. അതൊരു മൂലകക്കൂട്ടാണ്. അപ്പം നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ കർഷകരെല്ലാവരും പറയുന്നത് കുർണാമ്പുണ്ട്. ഏതാ നമ്മുടെ ഏലത്തിൽ കുർണാമ്പ്? എന്താണ് കുർണാമ്പ് എന്ന് പറഞ്ഞാൽ? ഇല ചെറുതായിട്ട് നിൽക്കുന്നു അല്ലേ, കുറുകി നിൽക്കുന്നു. അപ്പോൾ കൃഷിക്കാർ പറയുന്നത് കുർണാമ്പുണ്ട്, അതുകൊണ്ട് നെമാവേരയുടെ മരുന്ന് ചെയ്യുന്നു. ഈ നെമാവേരയ്ക്ക് മരുന്ന് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ നോക്കേണ്ട ആ കുർണാമ്പ് കാണുമ്പോൾ തന്നെ സിങ്ക് എന്ന് പറഞ്ഞ സൂക്ഷ്മ മൂലകത്തിൻ്റെ അഭാവമാണ്. ഒരു പക്ഷേ ഇതുപോലത്തെ സൂക്ഷ്മമൂലക കൂട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേന് ആ ചെറിയ ഇലയൊക്കെ നല്ല വലുതായിട്ട് വരും, മാറും. ആ പ്രശ്നം അവിടെ മാറും. പക്ഷേ കൃഷിക്കാർ അതറിയാതെ നേരെ പോയി കൊടുക്കുന്നത് തന്നെ നെമാവരയ്ക്കുള്ള നമ്മൾ വില കൂടിയ മരുന്ന് മേടിച്ചു കൊടുക്കും. അപ്പോൾ ഈ മൂലകക്കൂട്ടിൻ്റെ ഉദ്ദേശം നമ്മുടെ ആ ചെടിക്ക് പ്രതിരോധം കൊടുക്കുക. അപ്പം മഗ്നീഷ്യം ചെല്ലുമ്പോൾ ഫിസീരത്തിന് പ്രതിരോധം വരും, പൊട്ടാഷ്യം ചെല്ലുമ്പം രോഗപ്രതിരോധ ശേഷി ചെടിക്ക് കൂടും, കാ പിടിക്കാനും പൂവിടാനും സഹായിക്കും. സിങ്ക് ചെല്ലുമ്പോഴത്തേന് നെമറ്റോഡിന് പ്രതിരോധം വരും, മഞ്ഞപ്പിഞ്ച് പൊഴിച്ചൽ മാറും. ബോറോൺ ചെല്ലുമ്പോഴത്തേന് കായ്ക്ക് വലിപ്പം വരും. അപ്പോൾ ഈ 4 മൂലകം അടങ്ങിയിട്ടുള്ള ഒരു സൂക്ഷ്മമൂലക കൂട്ടാണ് എനിക്ക് തോന്നുന്നു പല പേരിൽ ഇറങ്ങുന്നത്. അപ്പം അത് ആണ് നമ്മുടെ ചെടിക്കൊരു പ്രതിരോധവും കൊടുക്കാനാണ്. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന NPK ഫോളിയാർ വളമാണെങ്കിൽ അതിൽ നൈട്രോജൻ ഉണ്ട്. നൈട്രോജൻ ചെല്ലുമ്പോൾ ചെടിക്ക് അഴുകൽ കൂടുകയാണ്. നമുക്ക് വേണ്ടത് ചെടിക്ക് അഴുകൽ കൂട്ടുമല്ല, ചെടിക്ക് വേണ്ട സാധനം വേണ്ട സമയത്ത് കൊടുക്കുക. അപ്പം ഈ വണ്ടർ കാർഡമോ ഏതാണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ, കാരണം എനിക്കിപ്പം വണ്ടർ കാർഡമത്തിന് അതിനകത്തുള്ള കണ്ടന്റ് ഒന്നും ഞാൻ കണ്ടില്ല. ഒരു പക്ഷേ അതായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് നമ്മുടെ കൃഷി വിജ്ഞാന കേന്ദ്രം ശാന്തൻപാറയുടെ അവൈലബിൾ ആണ്. ശാന്തൻപാറ KVK കൃഷി വിജ്ഞാന കേന്ദ്രം ശാന്തൻപാറയിൽ അവൈലബിൾ ആണ്. ആ, ഞാൻ എൻ്റെ നമ്പർ തരാം, വിളിച്ചാൽ മതി. അതായത് ഈ നൈട്രജന്റെ അളവ് നമ്മുടെ മണ്ണിൽ കൂടുതലാണെന്ന് പറയപ്പെടുന്നു സാധാരണ രീതിയിൽ. അത് കുറയ്ക്കാൻ എന്തെങ്കിലും മാർഗം ഉണ്ടാകുമോ? നൈട്രോജന്റെ അളവ് കുറയ്ക്കാന്ന് പറഞ്ഞാൽ നമ്മൾ മണ്ണ് പരിശോധന 3 വർഷത്തിലൊരിക്കൽ മണ്ണ് പരിശോധിക്കുക. മണ്ണ് പരിശോധിച്ച് കഴിയുമ്പോൾ നമുക്കറിയാമല്ലോ നൈട്രോജന്റെ അളവ് കൂടുതലാണെന്ന് പറയും. അപ്പം നമ്മൾ എന്നാ ചെയ്യണം? നമ്മൾ എന്തായാലും ജൈവവളവും കൂടുതലായിട്ട് കൊടുക്കുന്നുണ്ട്. ജൈവവളത്തിലും നൈട്രോജനാണ് കൂടുതലുള്ളത്. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നൈട്രോജൻ കൊടുക്കുമ്പോൾ മണ്ണ് പരിശോധന അടിസ്ഥാനത്തിൽ നമ്മൾ മണ്ണ് പരിശോധിക്കുമ്പം അളവ് കുറച്ചേ പറയുള്ളൂ. മണ്ണ് പരിശോധിച്ച് കഴിയുമ്പം അന്നേരം പൊട്ടാഷ്യൻ്റെ അളവ് നമ്മൾ കൂടുതൽ പറയും. അപ്പോൾ ആ ഒരു കണക്കിൽ ചെയ്യുക. കൂടുതലായിട്ട് അമിതമായിട്ട് ഫോളിയാർ വളം നൈട്രോജൻ കൊടുക്കാതിരിക്കുക.
പിന്നെ ഫോസ്ഫറസ് നമ്മുടെ മണ്ണിൽ കൂടുതലാണ്. അപ്പോൾ എന്നാ ചെയ്യണം, വാം പോലത്തെ ബാക്ടീരിയ വാം ഒരു ഫംഗസാണ്. ഫോസ്ഫോ ബാക്ടീരിയ പോലത്തെ ബാക്ടീരിയകൾ ചാണകത്തിൽ ചേർത്ത് കൊടുക്കുക. അപ്പം മണ്ണിൽ നിന്നും ഫോസ്ഫറസ് വലിച്ചെടുത്തോളും, നമുക്ക് വീണ്ടും കൂടുതലായിട്ട് കൊടുക്കേണ്ട കാര്യമില്ല. ഓക്കെ. നമ്മളിപ്പോ ഈ സമയത്ത് നമുക്ക് ഈ എല്ലുപൊടിയും മറ്റേ വേപ്പിൻ കൂടെ ഇട്ട് കഴിഞ്ഞാൽ അത് കുഴപ്പമുണ്ടാവും, ശരിക്കും കുഴപ്പമുണ്ടാക്കുന്ന സാധനമാണ്. അതിൻ്റെ കൂടെ എല്ലുപൊടി ശരിക്കും പറഞ്ഞാൽ എല്ലുപൊടി ഏറ്റവും നല്ലതാണ് നമ്മുടെ ഇടുക്കി ജില്ലയിലെ മണ്ണിൽ. കാരണം ഫോസ്ഫറസ് ഉണ്ട്, കാൽഷ്യം ഉണ്ട്, കുറച്ച് ശതമാനം കാൽഷ്യം ഉണ്ട്. ഇത് എല്ല് പൊടിക്കാൻ വേണ്ടി കമ്പനിയിൽ എല്ല് പൊടിക്കാനായിട്ട് സൾഫ്യൂരിക് ആസിഡാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ സൾഫ്യൂരിക് ആസിഡിൻ്റെ കണ്ടൻറ്റ് ഉള്ളതുകൊണ്ടാണ് നമ്മളിത് നേരെ മണ്ണിൽ നമ്മുടെ വേരുപടലയുടെ ചുറ്റും ഇടുമ്പോഴത്തേന് നമ്മുടെ ഏലത്തിൽ നേരെ എല്ലുപൊടി ഇട്ട് കഴിയുമ്പോഴത്തേന് വേര് പഴുത്തു വരും. അപ്പോൾ കർഷകർ വരും എല്ലുപൊടി കൊള്ളൂല, പക്ഷെ അത് എല്ലുപൊടിയിൽ ആസിഡിൻ്റെ കണ്ടൻറ്റ് ഉള്ളതുകൊണ്ടാണ്. ആ സൾഫ്യൂരിക് ആസിഡ് എല്ല് പൊടിയാൻ വേണ്ടി കമ്പനിക്കാർ ഉപയോഗിക്കുന്നുണ്ട്. അതിനു വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് കമ്പോസ്റ്റ്, 1 കിലോ കമ്പോസ്റ്റിൻ്റെ കൂടെ എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കൂടെ മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ ഈ കമ്പോസ്റ്റിനകത്ത് നമ്മളിത് ചേർത്ത് കഴിയുമ്പോൾ അതിൻ്റെ ആ ഒരു ആസിഡ് കണ്ടൻറ്റ് കൂടുതലായിട്ട് വേരിലേക്ക് നേരെ വരില്ല. മനസ്സിലായോ? 1 കിലോ വെർമി കമ്പോസ്റ്റ്, 1/2 കിലോ വേപ്പിൻ പിണ്ണാക്ക്, 1/2 കിലോ എല്ലുപൊടി അങ്ങനെ ചേർത്ത് ഇപ്പോൾ മണ്ണിടുന്ന സമയമല്ലേ ഇപ്പോൾ ഇട്ട് കൊടുക്കുക. ഓക്കെ. നമ്പർ ഒന്ന് പറയാമോ? 799 പറഞ്ഞോ. 799 799 401 401 9668 9668. മഞ്ജു. ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താലും മതി, കുഴപ്പമില്ല. ഓക്കെ ഞാൻ വിളിച്ചോളാം. പിന്നെ ഓക്കെ, താങ്ക് യു. കർഷകരുടെ വിവിധങ്ങളായ സംശയങ്ങൾക്ക് ഇതുവരെ മറുപടി നൽകിയത് ശാന്തൻപാറ കൃഷി വിജ്ഞാൻ കേന്ദ്രത്തിലെ മണ്ണ് പരിശോധനാ വിഭാഗത്തിലെ സബ്ജക്ട് മാറ്റർ സ്പെഷ്യലിസ്റ്റ് ശ്രീമതി മഞ്ജു ജിൻസി വർഗീസ്. കിസാൻ വാണി സമാപിക്കുന്നു. കർഷകരുടെ വിവിധങ്ങളായ സംശയങ്ങൾക്ക് ഇതുവരെ മറുപടി നൽകിയത് ശാന്തൻപാറ കൃഷി വിജ്ഞാൻ കേന്ദ്രത്തിലെ മണ്ണ് പരിശോധനാ വിഭാഗത്തിലെ സബ്ജക്ട് മാറ്റർ സ്പെഷ്യലിസ്റ്റ് ശ്രീമതി മഞ്ജു ജിൻസി വർഗീസ്.